Hello friends, welcome one and all. Today we're dealing with the paper Gender Sensitization, Society and Culture, paper code BGBG 172. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൽ ആദ്യത്തെ യൂണിറ്റ് ആണ് അണ്ടർസ്റ്റാൻഡിങ് ജെൻഡർ റിലേറ്റഡ് കോൺസെപ്റ്റ്സ്. അപ്പം നമ്മൾ ജെൻഡർ സ്റ്റഡീസിൽ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതിന്റെ എല്ലാം ഒരു ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വരുന്ന ചാപ്റ്ററിൽ വിശദമായിട്ട് പഠിക്കും. പക്ഷേ നമ്മൾ പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ബേസിക് ആയിട്ട് അറിയണം. അതിനുവേണ്ടിയുള്ള കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് ആദ്യം നമ്മൾ അറിയേണ്ടത് ഡിഫറൻസ് ബിറ്റ്വീൻ സെക്സ് ആൻഡ് ജെൻഡർ. ഇപ്പം എന്താണ് സെക്സ്? നമുക്ക് മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞാൽ ബയോളജിക്കൽ ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഒരു ബയോളജിക്കൽ ഡിഫറൻസ് ആണ് സെക്സ് എന്ന് വഴി ഉദ്ദേശിക്കുന്നത്. ബയോളജിയിൽ നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളതുപോലെ മെയിൽസിന് XY ക്രോമസോംസും ഫീമെയിൽസിന് XX ക്രോമസോംസുമാണ് ഉള്ളത്. പക്ഷെ അതേസമയം തന്നെ ബയോളജി പറയുന്നത് പോലെ സെക്സ് ഫിക്സ്ഡ് അല്ല. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഇന്റർസെക്സ് എന്ന് നമ്മൾ പറയുന്ന ഒരു കാര്യം. ഇനി ജെൻഡർ എന്താണ്? ജെൻഡർ ഇസ് എ സോഷ്യൽ കൺസ്ട്രക്ട്. നമ്മുടെ സമൂഹത്തിൽ ഫാമിലി, സൊസൈറ്റി, മറ്റു പല സോഷ്യോ കൾച്ചറൽ പ്രാക്ടീസസ് വഴി നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ് ജെൻഡർ. അതിന് വരുന്ന എക്സാമ്പിൾസ് ആണ് ഡിഫറൻസസ് ഇൻ ക്ലോത്തിങ്, പൊസിഷൻ, ബിഹേവിയർ, സോഷ്യൽ റോൾ, ഐഡന്റിറ്റി. അങ്ങനെ പല മേഖലകളിലായിട്ട് പല ഫീൽഡിലായിട്ട് നമ്മൾ ജെൻഡർ ഡിഫറൻസസ് നമുക്ക് കാണാൻ പറ്റും. എക്സാമ്പിൾ, ഒരു ഫാമിലിയിൽ ഒരു ആൺകുഞ്ഞോ പെൺകുഞ്ഞോ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ജെൻഡർ ഡിഫറൻസസ് നമുക്ക് കാണാൻ പറ്റും. സമൂഹത്തിൽ മെയിൽസ് എങ്ങനെ ആയിരിക്കണം, ഫീമെയിൽസ് എങ്ങനെ ബിഹേവ് ചെയ്യണം, ഇതെല്ലാം സൊസൈറ്റി തന്നെ കൺസ്ട്രക്ട് ചെയ്ത കുറച്ച് ഐഡന്റിറ്റീസ് ഉണ്ട്. അതാണ് ജെൻഡറിന്റെ കീഴിൽ വരുന്നത്. ഇനി സെക്സ് ആൻഡ് ജെൻഡർ തമ്മിൽ നമ്മൾ മനസ്സിലാക്കാൻ കുറച്ചുകൂടെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഗേൾ ചൈൽഡ് ഒരു ഫാമിലിയിൽ ജനിച്ചാൽ നമ്മൾ പലപ്പോഴും പിങ്ക് ഡ്രസ്സസ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ടോയ്സ് ആയിട്ട് ഡോൾസ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അതേസമയം ബോയ് ചൈൽഡ് ആണെങ്കിൽ കാറ്, അങ്ങനെ കുറച്ചുകൂടെ മെയിൽ ഓറിയന്റഡ് എന്ന് സമൂഹം ആവശ്യപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ ഗേൾ ചൈൽഡ് ജനിച്ചാൽ ഷീ ഈസ് എക്സ്പെക്റ്റഡ് ടു ലൈക്ക് ഹൗസ് ഹോൾഡ് വർക്ക്, വീട്ടിലെ ജോലികൾ ചെയ്യാനും അമ്മയെ സപ്പോർട്ട് ചെയ്യാനും അമ്മയെ ഹെൽപ്പ് ചെയ്യാനും എല്ലാം ഗേൾ ചൈൽഡ് എക്സ്പെക്റ്റഡ് ആണ്. അതൊരു ജെൻഡർ റോൾ ആണ്. അത് സെക്സ് അല്ലെങ്കിൽ ബയോളജിക്കൽ ഡിഫറൻസുമായിട്ട് യാതൊരു ബന്ധമില്ല. ബോയ് ചൈൽഡ് ആണെങ്കിൽ കുടുംബത്തിന്റെ അവകാശിയാണ്, അടുത്ത തലമുറയ്ക്കുള്ള ലാസ്റ്റ് റൈറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വിധിക്കപ്പെട്ട ആളാണ് എന്നൊക്കെ സമൂഹം അടിച്ചേൽപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ജെൻഡർ റോൾസ് എന്താണ്? നേരത്തെ പറഞ്ഞത് തന്നെയാണ്. റോൾസ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇന്നത് വേണം എന്ന് സമൂഹം തന്നെ ഓവർ ദി ഇയേഴ്സ് കാലങ്ങളായി നിയമിച്ചു വരുന്ന അല്ലെങ്കിൽ ശീലിപ്പിച്ചു വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ജെൻഡർ റോൾസ് ആയിട്ട് നമ്മൾ കാണുന്നത്. ഇത് പല കൾച്ചേഴ്സിനനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ട്. എക്സാമ്പിൾ, പാട്രിയാർക്കൽ സൊസൈറ്റിയിലും മാട്രിയാർക്കൽ സൊസൈറ്റിയിലും ഡിഫറെൻ്റ് ആണിത്. ഇത് നമ്മുടെ സമൂഹത്തിൽ ഡിവിഷൻ ഓഫ് ലേബറിനെ എഫക്റ്റ് ചെയ്യാറുണ്ട്. കാരണം വിമന് പലപ്പോഴും നമ്മൾ കൊടുക്കുന്ന ജോലികൾ നേർച്ചറിങ് വർക്ക്സ്, കെയറിങ് വർക്ക്സ്, വീട്ടിലെ ആൾക്കാരെ നോക്കുക, വയസ്സായവരെ നോക്കുക, അങ്ങനെ പല കാര്യങ്ങളാണ്. അതേസമയം പുരുഷന്മാർക്ക് എന്താ കൊടുക്കുന്നത്? എക്കണോമിക് ആക്ടിവിറ്റീസ്, കുറെ കൂടെ പൈസ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് കൊടുക്കുന്നത്. ഇതെല്ലാം ജെൻഡർ ബേസ്ഡ് ആണ്, അല്ലാതെ സ്കിൽ ബേസ്ഡ് അല്ല. അതുമാത്രമല്ല, റോൾ ഓഫ് വിമൻ, സ്ത്രീകളുടെ കോൺട്രിബ്യൂഷൻ, അവരുടെ വർക്ക് പലപ്പോഴും അണ്ടർ വാല്യൂഡ് ആണെന്ന് സ്റ്റഡീസ് തെളിയിക്കുന്നുണ്ട്. അത് മാത്രമല്ല, അവർക്ക് അതിൻ്റെതായ ഇക്കണോമിക് ബെനിഫിറ്റും കിട്ടുന്നില്ല. കാരണം വിമൻ അത്രയും ബേർഡൻ ചുമക്കുന്നുണ്ട്. കാരണം അവർക്ക് റീപ്രൊഡക്റ്റീവ് വർക്ക് ഓൾറെഡി ബയോളജിക്കലി അവർ ചെയ്യുന്നുണ്ട്, പ്ലസ് പ്രൊഡക്റ്റീവ് ആൻഡ് കമ്മ്യൂണിറ്റി മാനേജിങ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും പുരുഷന്മാരുടെ തുല്യമായിട്ട് ഇവർക്ക് അതിനുള്ള പേയ്മെന്റോ അതിനുള്ള റെക്കഗ്നിഷനോ കിട്ടുന്നില്ല. ഇനി എന്താണ് മാസ്കുലിനിറ്റി? മാസ്കുലിനിറ്റിയുടെ ഡെറിവേഷൻ വരുന്നത് ലാറ്റിൻ വേർഡാണ് മാസ്കുലിനസ് ഓർ മാസ്കുലസ് എന്നൊരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് മാസ്കുലിനിറ്റി വരുന്നത്. ഇനി എന്താണ് മാസ്കുലിനിറ്റി? പുരുഷന്മാരുടെ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് മാസ്കുലിനിറ്റി എന്ന് ലളിതമായി പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. എക്സാമ്പിൾ, സ്ട്രെങ്ത്, പവർഫുൾനെസ്, ബ്രേവറി, ഫോഴ്സ്, ഇതെല്ലാം ഈ വാക്കുകളെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പുരുഷനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ്. ബോയ്സ് വളർന്നു വരുമ്പോൾ തന്നെ സ്പോർട്സിൽ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, ഫിസിക്കലി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി കുറെ ശ്രമിക്കും. ഇതെല്ലാം മാസ്കുലിനിറ്റി എന്നൊരു കോൺസെപ്റ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ്. ഇനി എന്താണ് ഫെമിനിറ്റി? ഇതുപോലെ തന്നെ കൾച്ചറലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വാളിറ്റീസ് ആണ്. സ്ത്രീകളുമായി അസോസിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വാളിറ്റീസ്. ഇതൊന്നും നാച്ചുറൽ അല്ല, സ്വാഭാവികമല്ല. ഇതെല്ലാം സോഷ്യൽ കൺസ്ട്രക്ഷൻ ആണെന്ന് നമ്മളത് ഓർക്കണം. ഇപ്പൊ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ അതുമായിട്ട് അസോസിയേറ്റ് ഉണ്ട്. പ്രിറ്റി ആയിരിക്കണം, സോഫ്റ്റ് സ്പോക്കൺ ആയിരിക്കണം, ഇങ്ങനെയൊക്കെ ഇതെല്ലാം ഫെമിനിറ്റിയുടെ ഭാഗമായിട്ട് സൊസൈറ്റി തന്നെ കൺസിഡർ ചെയ്ത കുറെ കോൺസെപ്റ്റ്സ് ആണ്.
സിമോൺ ഡി ബുവർ ഒരു ഇമ്പോർട്ടൻറ്റ് ഫിലോസഫറാണ്. അവർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, വൺ ഇസ് നോട്ട് ബോൺ ബട്ട് റാദർ ബിക്കംസ് എ വുമൺ. ഇപ്പോൾ വുമൺ, സ്ത്രീ എന്ന് പറയുന്നത് ജനിക്കുന്നതല്ല, ഒരാൾ സൃഷ്ടിക്കുന്നതാണ്. പല ക്വാളിറ്റീസ് അനുസരിച്ച് എങ്ങനെയാണോ സമൂഹത്തിന് ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ചാണ് അവർ സ്ത്രീ എന്ന രൂപത്തെ സൃഷ്ടിക്കുന്നത്. അതേസമയം ജൂഡിത്ത് ബട്ട്ലർ പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, പല റിപ്പീറ്റഡ് ആക്ടിവിറ്റീസ്, എന്ത് തന്നെയാണെങ്കിലും പല റിപ്പീറ്റഡ് ആക്ടിവിറ്റീസ് കൊണ്ട് ചെയ്യുമ്പോൾ അത് നാച്ചുറലൈസ് ആകാറുണ്ട്. ഇപ്പോൾ ഒരു കള്ളം പറഞ്ഞാൽ, കള്ളം പല പ്രാവശ്യം പറയുമ്പോൾ അത് സത്യമാകുന്നു എന്ന് നാട്ടിൽ ചൊല്ല് പറയുന്നത് പോലെ ഒരു സ്ത്രീ എന്താണ് എന്ന് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞ് ഉറപ്പിക്കുമ്പോൾ അത് അവരെ ബാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതൊരു സ്ത്രീ എന്ന ഡെഫിനിഷൻ, അല്ലെങ്കിൽ സ്ത്രീ എന്തായിരിക്കണം എന്ന് സമൂഹം എക്സ്പെക്ട് ചെയ്യുന്നോ അതിലോട്ട് എത്തിച്ചേരുന്നുണ്ട്. ഇനി ഇതുപോലെ തന്നെ ജെൻഡർ ഇനീക്വാലിറ്റി ഇതിനിടയിൽ തന്നെ ഉണ്ട്. കാരണം സ്ത്രീകൾ പലപ്പോഴും ഈ ഇക്കണോമിക് പ്രൊഡക്ഷനിലും ഫുഡ് പ്രൊഡക്ഷനിലും എല്ലാം ഭയങ്കര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഫാമേഴ്സും ഫാമിംഗ് മേഖലയിൽ തന്നെ എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഒത്തിരി സ്ത്രീകൾ വർക്ക് ഫോഴ്സിൽ ഉള്ളതാണ്. പക്ഷെ ഇവരാർക്കും അതിൻ്റെതായ റെക്കഗ്നിഷൻ കിട്ടുന്നില്ല. ലാൻഡ് ഓണേഴ്സ് എല്ലാം പുരുഷന്മാരാണ്, പക്ഷെ വർക്ക് ലോഡ് പലതും ചെയ്യുന്നത് സ്ത്രീകളാണ്. അത് മാത്രമല്ല ഈ സമൂഹത്തിൽ ഇപ്പോഴത്തെ തലമുറകളിലും പലയിടത്തും മെൻ ആൻഡ് വിമൻ ഈക്വലി പെയ്ഡ് അല്ല, എക്സെപ്ഷൻസ് ഉണ്ട്. പക്ഷേ എങ്കിലും പലയിടത്തും അൺഈക്വൽ വേജസ് ആണ് പുരുഷനും സ്ത്രീയും കിട്ടുന്നത്. ഇനി എന്താണ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഡിസ്റ്റിങ്ഷൻ? പബ്ലിക് സ്ഫിയർ, പ്രൈവറ്റ് സ്ഫിയർ എന്ന് രണ്ട് ഡിവിഷൻ നമ്മൾ ഇതിൽ കാണുന്നുണ്ട്. എന്താണ് പ്രൈവറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡൊമസ്റ്റിക് സ്ഫിയർ. അത് പലപ്പോഴും സ്ത്രീകൾക്ക് വേണ്ടി നമ്മൾ റിസർവ് ചെയ്യുന്നുണ്ട്, സൊസൈറ്റി റിസർവ് ചെയ്യുന്നുണ്ട്. പബ്ലിക് സ്ഫിയർ ഔട്ട്സൈഡ് ദ ഡൊമസ്റ്റിക് റെൽം, അത് പലപ്പോഴും പുരുഷന്മാർ മേധാവിത്വം നടത്തുന്നുമുണ്ട്. ഇത് ഇങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും സ്ത്രീകൾ ഒരു ഇൻഫീരിയർ സ്റ്റേറ്റസ് അല്ലെങ്കിൽ സബ്സർവിയൻറ്റ് റോളിലോട്ട് ഡിമിനിഷ് ആയി പോകുന്നത്. റീപ്രൊഡക്റ്റീവ് റോൾ ഡൊമസ്റ്റിക് ആണ്, അതൊരു സെക്ഷുവാലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബയോളജിക്കലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് വിമൻ ആയതുകൊണ്ട് ബാക്കി ഡൊമസ്റ്റിക് റെലംസും ഡൊമസ്റ്റിക് വർക്ക്സും നമ്മൾ അറിഞ്ഞോ അറിയാതെ സ്ത്രീകളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇനി എന്താണ് പാട്രിയാർക്കി? ലളിതമായി പറഞ്ഞാൽ ദ റൂൾ ഓഫ് ദ ഫാദർ അല്ലെങ്കിൽ മെയിൽ, പുരുഷന്റെ മേധാവിത്വം, അതാണ് പാട്രിയാർക്കി. ഈ പാട്രിയാർക്കിനെ അടിച്ചുറപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ട്. ഫാമിലി, സൊസൈറ്റി, റിലീജിയൻ, ഗവൺമെന്റ്, മീഡിയ, പൊളിറ്റിക്സ്, അങ്ങനെ പല കാര്യങ്ങളിലും ഇതെല്ലാം പാട്രിയാർക്കിയെ നിലനിർത്താൻ അറിഞ്ഞോ അറിയാതെയോ സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ പാട്രിയാർക്കി ഇത്രയും പവർഫുൾ ആകുമ്പോൾ ഫീമെയിൽസിന് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ സ്വാഭാവികമായി വരുന്നുണ്ട്. അത് മാത്രമല്ല അവരുടെ വാല്യൂ സിസ്റ്റം താഴെ പോകുന്നു, അവർക്ക് ആവശ്യമായ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ല, അങ്ങനെ പല കാര്യങ്ങൾ ഉണ്ടാവുന്നു. അതിലൊരു സംഭവമാണ് പാട്രിലീനിയേജ്, പാട്രിലോക്കൽ. ഈ കാര്യങ്ങളെല്ലാം അതിനൊരു എക്സാമ്പിൾ ആണ്. പാട്രിലീനിയേജ് എന്ന് പറയുമ്പോൾ പുരുഷ സന്തതി, മകന് തൻ്റെ അപ്പൻ്റെ അവകാശം മകന് മാത്രം പോകുന്നു, മകൾക്ക് കിട്ടുന്നില്ല. പാട്രിലോക്കൽ, കല്യാണം കഴിഞ്ഞ് സ്ത്രീ പുരുഷന്റെ വീട്ടിൽ വന്ന് താമസിക്കുന്നു. ഇതെല്ലാം ഒരു പാട്രിയാർക്കിയുടെ ബൈ പ്രോഡക്ട്സ് ആയി വരുന്നതാണ്. എന്താണ് സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫെമിനൈൻ ആൻഡ് മാസ്കുലിൻ ക്വാളിറ്റീസ്, ഈ ക്വാളിറ്റീസിനെ അടിച്ചമർത്തുന്നതാണ്, അല്ലെ അടിച്ചുറപ്പിക്കുന്നതാണ് സ്റ്റീരിയോ ടൈപ്പിംഗ്. റീഇൻഫോഴ്സിങ് മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ ക്വാളിറ്റീസ്. ഇപ്പൊ സമൂഹം മെയിൽസിനും ഫീമെയിൽസിനും കുറച്ച് റോൾസ് പറഞ്ഞിട്ടുണ്ട്, അത് തന്നെയാണ് വീണ്ടും വീണ്ടും ഇവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. ഇത് ഓവർ ദ ടൈം കുറെ കാലങ്ങൾ കഴിയുമ്പോൾ ചെറിയതായിട്ട് വ്യത്യാസം വരുന്നുണ്ടെങ്കിലും സ്റ്റീരിയോ ടൈപ്പിംഗ് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാവുന്നതാണ്. എക്സാമ്പിൾ, മീഡിയയിലും സിനിമയിലും ഒക്കെ പലപ്പോഴും ഹീറോ വർഷിപ്പ് അല്ലെങ്കിൽ ഹീറോയിന് ചുറ്റും ഹീറോയിൻ കറങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പം അതൊരു സ്റ്റീരിയോ ടൈപ്പിംഗ് ആണ്. ചില എക്സെപ്ഷൻസ് ഇപ്പൊ കാണുന്നുണ്ടെങ്കിൽ പോലും മാസ്കുലിൻ ആട്രിബ്യൂട്ട്സ് ഉള്ള പുരുഷന്മാരെ പലപ്പോഴും പലരും ആരാധിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഇനി എന്താണ് ഫെമിനിസം എന്ന് പറഞ്ഞ ഒരു മൂവ്മെന്റ് ആണ്, ചാലഞ്ചിങ് ദ ഇൻഫീരിയർ സ്റ്റേറ്റസ് ഓഫ് വിമൻ. സ്ത്രീയുടെ ഇൻഫീരിയർ സ്റ്റേറ്റസിനെ ചാലഞ്ച് ചെയ്യുന്ന ഏത് മൂവ്മെന്റിനെയും ഫെമിനിസത്തിന്റെ കീഴിൽ കൊണ്ടുവരാവുന്നതാണ്. അവരുടെ ഡിമാൻഡ് എന്താണ്? ഈക്വൽ സ്റ്റേറ്റസ് വിത്ത് മാൻ. ഇതൊരു കളക്റ്റീവ് കോൺഷ്യസ്നെസ് ആണ്. ഇത് ഇന്ന ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഇറ്റ്സ് എ കളക്റ്റീവ് കോൺഷ്യസ്നെസ് ദാറ്റ് ഇസ് വർക്കിംഗ് ഫോർ ദ എംപവർമെന്റ് ഓഫ് വിമൻ. ഇതിന് പല ഫേസസ് ആയിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. ഫസ്റ്റ് ഫേസ് നടന്നത് ലേറ്റ് 19th and early 20th century വിമൻ. അപ്പോൾ എല്ലാവർക്കും ഈക്വൽ വോട്ട് അവകാശത്തിന് വേണ്ടി ഒരു മൂവ്മെന്റ് ആണ് നടന്നത്, വിമൻസ് സഫ്രേജ് മൂവ്മെന്റ്. സെക്കൻഡ് ഫേസിൽ നടന്നത് 1960s and 70s, ഈക്വൽ റൈറ്റ്സ്, കുടുംബത്തിൽ ഈക്വൽ റൈറ്റ്സ്, നല്ല വർക്കിംഗ് കണ്ടീഷൻസ്, അങ്ങനത്തെ കുറച്ച് കോൺസെപ്റ്റ്സിന് വേണ്ടി, അങ്ങനത്തെ ഒരു ഈക്വാലിറ്റിക്ക് വേണ്ടി അവർ ഫൈറ്റ് ചെയ്തു. തേർഡ് ഫേസ് 1990s തുടങ്ങി ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്ത് വരുന്നു. ഇനി എന്താണ് ജെൻഡർ ബേസ്ഡ് വയലൻസ്? ദ ഡിഫറൻഷ്യൽ എക്സ്പ്രഷൻ ഓഫ് വയലൻസ്.
ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വയലൻസ്, ആ വയലൻസിൻ്റെ എക്സ്പ്രഷൻസിനെ ജെൻഡർ ബേസ്ഡ് വയലൻസിൽ കൊണ്ടുവരാൻ പറ്റും. based on sex, race, class, religion, sexuality, ability and other related factors. ഇതാണ് ജെൻഡർ ബേസ്ഡ് വയലൻസ്. എന്താണ് സെക്ഷൽ ഹറാസ്മെന്റ്? സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറഞ്ഞാൽ ജെൻഡർ ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ അറ്റ് വർക്ക് പ്ലേസ് ആൻഡ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഡൊമൈൻ. ജെൻഡർ ബേസ്ഡ് സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന ഡിസ്ക്രിമിനേഷനെ നമുക്ക് സെക്ഷൽ ഹറാസ്മെന്റ് ആയിട്ട് പറയാൻ പറ്റും. അതിന് പല ഫാക്ടേഴ്സ് ഉണ്ട്. ലൈക്ക് വർക്ക് പ്ലേസിൽ സെക്ഷൽ അഡ്വാൻസസ് നടത്തുക, ഷോയിങ് സെക്ഷലി കളർഡ് ഒബ്ജക്ട്സ് ടു വിമൻ, ടച്ചിങ് ആൻഡ് ടീസിങ്, ഡിമാൻഡിങ് ഫോർ സെക്ഷൽ ഫേവർ, ഷോയിങ് പോണോഗ്രഫി, അങ്ങനെ പല കാര്യങ്ങൾ അതിന് കീഴിൽ വരുന്നുണ്ട്. ഇതെല്ലാം സെക്ഷൽ ഹറാസ്മെന്റ് അടിയിൽ വരുന്നതാണ്. ഇനി എന്താണ് എംപവർമെന്റ്? എംപവർമെന്റ് എന്ന് പറഞ്ഞാൽ ദ എക്സ്പാൻഷൻ ഇൻ പീപ്പിൾസ് എബിലിറ്റി. ഒരാളെ എംപവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം പര്യാപ്തമാക്കുക, അവർക്ക് തന്നെത്താനെ ഒരു സ്ട്രാറ്റജിക് ആയിട്ട് ലൈഫ് ചോയ്സ്, സ്വന്തമായി തീരുമാനം എടുക്കാനുള്ള അറിവ് കൊടുക്കുക, അതിനുള്ള പവർ കൊടുക്കുക. അവർക്ക് മുമ്പ് ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ അത് കൊടുക്കുന്നു. അതാണ് ഒരു എംപവർമെന്റ്. എക്സാമ്പിൾ സ്ലേവറി പറയുമ്പോൾ സ്ലേവ്സിന് സ്വന്തമായിട്ട് ഒരു ചോയ്സ് ഇല്ല, അവർക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല. പക്ഷെ ആ സ്ലേവറിയിൽ നിന്ന് പുറത്തു വന്നാൽ ഫ്രീ ആണ്. അവർക്ക് അതിൻ്റെതായ നോളജ് കൊടുത്താൽ അവർക്ക് സ്വയമായിട്ട് ലൈഫ് ചോയ്സസ് എടുക്കാൻ പറ്റും. ഇതൊരു 3 ഡയമെൻഷൻ ആയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. റിസോഴ്സസ്, ഏജൻസി ആൻഡ് അച്ചീവ്മെന്റ്. റിസോഴ്സസ് കൊടുക്കുക, ഒരു കണ്ടീഷൻ ഉണ്ടാക്കി കൊടുക്കുക, സ്വയമായിട്ട് തീരുമാനം എടുക്കാൻ കണ്ടീഷൻ ഉണ്ടാക്കി കൊടുക്കുക, ആ പ്രോസസ്സ് ഫ്രീ ആക്കി കൊടുക്കുക, ഏജൻസി, അതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തേത് അച്ചീവ്മെന്റ്. അത് അവരുടേതായ ലൈഫ് തീരുമാനം എടുക്കാനും അതിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എടുക്കാനും അവർക്ക് പറ്റണം. മെൻ ആൻഡ് വിമൻ ടേക്ക് കൺട്രോൾ ഓഫ് ദെയർ ലൈഫ്സ്. അവരുടെ സ്വയം ജീവിതത്തിന്റെ നിയന്ത്രണം അവർക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നു. അവരുടെ സ്വന്തമായ ഒരു അജണ്ട ഉണ്ടാക്കുന്നു, അതിനാവശ്യമായ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നു. പിന്നെ സെൽഫ് കോൺഫിഡൻസ്, സ്വയം പര്യാപ്തമാണെന്ന് വിശ്വസിക്കുന്നു. എന്നിട്ട് റിസോൾവ് ദ പ്രോബ്ലം, അവരുടെ പ്രോബ്ലംസ് റിസോൾവ് ചെയ്യുന്നു, സെൽഫ് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് എംപവർമെന്റിന്റെ ഒരു ഉദ്ദേശം. എംപവർമെന്റിന്റെ ഒരു വലിയൊരു എക്സാമ്പിൾ വേൾഡ് ബാങ്ക് ഐഡന്റിഫൈ ചെയ്ത ഒരു എക്സാമ്പിൾ ഉണ്ട്. മസ്ദൂർ കിസാൻ ശക്തി സംഗഠൻ രാജസ്ഥാനിലെ ഒരു കൃഷി സംഘടനയാണിത്. ഫാമേഴ്സ് അസോസിയേഷൻ ആയിരുന്നു. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ ഓഫീസേഴ്സ്, അവരുടെ ഹയർ ഓഫീസേഴ്സിന്റെ അക്കൗണ്ടബിലിറ്റിയെ ചോദ്യം ചെയ്തവരാണ്. അവർക്ക് അവരുടേതായ റെഗുലർ മീറ്റിംഗ്സ് അവർ വീക്ക്ലി നടത്തും. അവരുടെ ഹയർ ഒഫീഷ്യൽസിനെ വിളിക്കും, അവരുമായിട്ട് ഈ പോളിസി കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്ത് എന്തൊക്കെയാണെന്ന് അത്ര അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരാൻ ഇങ്ങനൊരു സംഘടന രാജസ്ഥാനിൽ ഉണ്ടായിരുന്നു. ഇവരാണ് ലേറ്റർ ഒരു RTI, നമ്മുടെ ഫേമസ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നിലവിൽ വരാൻ കാര്യം ഇങ്ങനെ ഒരു സംഘടനയുടെ പ്രവൃത്തി കൂടെയാണ്. അപ്പൊ ഇതാണ് എംപവർമെന്റിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും നാൾ സംസാരിച്ചത് ഒരു ബേസിക് ആയിട്ടൊരു ക്ലാസ് ആണ്. അല്ലെങ്കിൽ എന്തൊക്കെ ടേംസ് ആണ് വേണ്ടത്, എന്തൊക്കെയാണ് ബേസിക് ആയിട്ട് നമ്മൾ അറിയേണ്ടത്, തുടർന്നുള്ള ചാപ്റ്റേഴ്സിൽ എന്തൊക്കെ പഠിക്കുന്നു, അതിന് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇതെല്ലാം ഏറ്റവും ഈസി ആയിട്ട് നമ്മൾ കേസ് സ്റ്റഡീസും വെച്ചും പല എക്സാമ്പിൾസ് വഴി നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അത് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.